നമസ്കാരം. വാസ്തുവും വിശ്വാസവും എന്ന യൂട്യൂബ് ചാനലിൻ്റെ വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ക്ഷേത്രവും ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഉള്ള ഗ്രഹങ്ങളിൽ താമസിക്കുന്നതും അല്ലെങ്കിൽ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതും ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അതായത് ഒരു ക്ഷേത്രത്തിനടുത്ത് നമ്മൾ പോയി താമസിക്കണം. രാവിലെ അവിടെ ഉണർന്നെണീറ്റ് ആ ദേവനെ കണി കാണണം, കണി കണ്ട് തൊഴണം, കുളിച്ചു തൊഴണം. അതൊരു മനസ്സിനൊരു സംതൃപ്തിയാണ്. അങ്ങനെ ഒരു ഭാഗ്യം ലഭ്യമാകണം എന്നൊക്കെ സാധാരണ എല്ലാ മനുഷ്യർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അത്ര ആഗ്രഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുകയാണ്. കാരണം ചിലപ്പോൾ എല്ലാവർക്കും ക്ഷേത്രത്തിനടുത്ത് വസ്തു വാങ്ങുവാനോ വീട് വയ്ക്കുവാനോ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ മറ്റൊരു വീട് എന്തെങ്കിലും വാടകയ്ക്ക് വാങ്ങുകയോ എടുക്കുകയോ അങ്ങനെയൊക്കെ താൽക്കാലത്തേക്ക് കുറച്ച് കാലം നമ്മളവിടെ പോയി താമസിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ദോഷമായ അവസ്ഥയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഗൃഹമോ പണിയാൻ ഉദ്ദേശിക്കുന്ന ഗൃഹമോ ഏതൊരു ക്ഷേത്രമായാലും അതിൻ്റെ ദർശനം മറച്ചുകൊണ്ട് ഉള്ളതായിരിക്കരുത്. രണ്ടാമതായത് ക്ഷേത്രങ്ങൾ രണ്ട് വിധമുണ്ട്. ഒന്ന് ഉഗ്രമൂർത്തികളും രണ്ട് ശാന്തമൂർത്തികളും. ഈ ഉഗ്രമൂർത്തികളുടെ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്ത് ഉള്ള ഗൃഹത്തിൽ നമുക്ക് താമസിക്കുകയോ അവിടെ നമുക്ക് ഗൃഹം പണിയുകയോ ചെയ്യാം. അതുപോലെ ഉഗ്രമൂർത്തികളുടെ ക്ഷേത്രത്തിൻ്റെ വശങ്ങളിലും ഇടതുവശത്ത് ചെയ്യാം. അതുപോലെ പുറകുവശത്തും നമുക്ക് ഗൃഹം പണിയുകയോ അവിടെ താമസിക്കുകയോ ചെയ്യാം. അത് യാതൊരു ദോഷവും ഉണ്ടാവില്ല. എന്നാൽ ശാന്തമൂർത്തികളായ ക്ഷേത്രങ്ങളുടെ വലതുവശത്തോ മുൻവശത്തോ മാത്രമേ ഗൃഹം നിർമ്മിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഗൃഹത്തിൽ താമസിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം നമ്മളൊരു അവസ്ഥയിലേക്ക് നമ്മൾ അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ നമ്മൾ നോക്കി വേണം ഗൃഹങ്ങൾ എടുക്കുവാനും താമസിക്കാനും അല്ലെങ്കിൽ നിർമ്മിക്കുവാനും. അതുപോലെ ആ ഗൃഹം ക്ഷേത്രത്തിൻ്റെ താഴികക്കുളത്തിനേക്കാൾ പൊക്കമുള്ള ഗൃഹമായിരിക്കരുത്. അത് പ്രധാന ഒരു വിഷയമാണ്. കാരണം ക്ഷേത്രത്തിൻ്റെ നിഴൽ ഒരു കാരണവശാലും ഗൃഹത്തിൽ വീഴാൻ പാടില്ലാത്തതാകുന്നു. അങ്ങനെ വീഴുകയാണെങ്കിൽ അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് ദോഷമുണ്ടാക്കുമെന്നുള്ളതിനാൽ അത്തരം ഗൃഹങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അവിടെ പണിയുകയാണെങ്കിൽ അത്തരം ആ രീതിയിലുള്ള ഗൃഹങ്ങൾ നമ്മൾ പണിയായിരിക്കണം. അതുപോലെ ഒരു ഗൃഹം നമ്മൾ അവിടെ പണിയുകയാണെങ്കിൽ ഏകദേശം ഒരു ക്ഷേത്രത്തിൻ്റെ 200 അടിയെങ്കിലും അകലത്തിൽ മാത്രമേ ഗൃഹം പണിയാവൂ. കാരണം ഒരു കാരണവശാലും ക്ഷേത്രത്തിന് അടുത്ത് ആവരുത് എന്നുള്ളതാണ്. ഇത്തരം ചില പ്രധാന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യം കാണിക്കണം. ഒരു സബ്സ്ക്രൈബ് നമ്മൾ വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നു. ചാനലിൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന് ഓരോ പ്രേക്ഷകൻ്റെയും സബ്സ്ക്രൈബ് ആവശ്യമായതിനാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. ഈ ചാനൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നിങ്ങൾക്ക് എന്നും പ്രയോജനപ്പെടണമെന്നും വേണ്ടി വന്നാൽ ഇതൊരു നോട്ട് ബുക്കായി പുസ്തകത്തിൽ കുറിച്ചു വെച്ച് നാളെ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ഒരു വാസ്തു കൺസൾട്ടൻ്റായി ജീവിതമാർഗമായി സ്വീകരിക്കാൻ സാധിക്കുവാനും തക്കവിധം എല്ലാ അറിവുകളും ഞങ്ങൾ പ്രാഥമിക ഘട്ടം മുതൽ ചെറു വീഡിയോകളായി തന്നുകൊണ്ടിരിക്കുകയാണ്. ആ എല്ലാ വീഡിയോകളും പോയി കാണണമെന്ന് ഞങ്ങൾ ഒന്നുകൂടെ അപേക്ഷിക്കുന്നു. നിങ്ങൾ അതിന് താല്പര്യം കാണിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ. അടുത്ത് അപേക്ഷിക്കുന്നു. ഇനി അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ നമോ വന്ദനം.